എനിക്കിപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. നമുക്ക് ഒരു മുഖപുരയുടെയും ആവശ്യമില്ലാത്തൊരാൾ, നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ഓസ്കാർ ജേതാവ്, സൗണ്ട് ഡിസൈനർ, സംവിധായകൻ. ആരാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. യെസ്, മറ്റാരുമല്ല, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ചുമതലയേറ്റെടുത്ത നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട ശ്രീ റസൂൽ പൂക്കുട്ടി ഇപ്പം എനിക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് നമ്മുടെ ഹലോ മലയാളത്തിൽ. ശ്രീ റസൂൽ പൂക്കുട്ടി, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഹലോ ഹലോ. ഹായ്. അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഹലോ, താങ്ക് യു. ഓക്കെ, പുതിയ ദൗത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതൊരു വലിയ ഭാരിച്ച ചുമതലയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇതിനു മുൻപും പലതവണ ഞാൻ ഓസ്കാറിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ പല ബോഡിയിലും ഇരുന്നിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അങ്ങ്? ഇല്ല, ഒരിക്കൽ ഞാൻ ഈ ഫിലിം കോൺക്ലേവിന് വന്നപ്പോൾ എന്നോട് മിനിസ്റ്റർ പറഞ്ഞിരുന്നു, ഇങ്ങനെ പിന്നീട് ആരെങ്കിലും വിളിക്കും, ഉന്നതതലത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, അപ്പോൾ ദയവായി ഒരു കാര്യമുണ്ട്, ദയവായി നോ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്ന വിഷയമാണെന്ന് മാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ 3-4 ദിവസം നിങ്ങളിങ്ങനെ പല ടെലിവിഷൻ ചാനലുകളും മറ്റൊക്കെ ഇതിങ്ങനെ ന്യൂസ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരുപക്ഷെ ഇതായിരിക്കാം എന്നുള്ള ഒരു അറിവുണ്ടായത്. പക്ഷേ എനിക്ക് ആക്ച്വലി ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് മിനിഞ്ഞാന്ന് രാത്രി 8 മണിക്കാണ്. അപ്പോൾ അതുവരെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഈ ഒരു വലിയ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവർ ഇങ്ങനെ മിനിസ്റ്റർ സംസാരിച്ചതും ഒക്കെ ഇതിനായിരിക്കാം എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ടോട്ടലി സർപ്രൈസ്ഡ് ആയി കാണുമല്ലേ ആ ഒരു ടൈമിൽ? യെസ്. മാത്രമല്ല ഒരു സർപ്രൈസ്, അത് ഒരു ലെവൽ. മറ്റൊരു തരത്തിൽ എനിക്കൊരു വലിയൊരു അംഗീകാരമായിട്ടും തോന്നി. കാരണം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തൊരു ടെക്നീഷ്യൻ വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകിച്ചും സൗണ്ടിൽ നിന്നൊരാൾ വരുമ്പോൾ വളരെയധികം മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു ടെക്നിക്കൽ ഫീൽഡാണ് സൗണ്ട്. അതായത് ഒരു പക്ഷേ 2009 എനിക്ക് ഓസ്കാർ കിട്ടുന്നത് വരെ ഒരു പക്ഷേ നിങ്ങൾ തന്നെ സിനിമയിൽ സൗണ്ട് ഡിസൈൻ എന്നൊരു വിഭാഗം ഉണ്ട് എന്നും അത് അത്രയും വലിയ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ഏരിയ ആണെന്നും ഒരു പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഒരാളെ വയ്ക്കുമ്പോൾ അതും ഒരു ഗവൺമെൻറ് ഒരു പുതിയൊരു സന്ദേശം കൂടെ കൊടുക്കുന്നു. അതായത് ടെക്നീഷ്യൻ എന്നോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നോ വ്യത്യാസമില്ലാതെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് ആർക്കും ഇരിക്കാം എന്നുള്ളൊരു ഡെമോക്രാറ്റിക് ആയ ഒരു നോട്ടും കൂടിയാണ് ഗവൺമെൻറ് അതൊരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. ശ്രീ റസൂൽ പൂക്കുട്ടി, ഞാനിപ്പോൾ ഇക്കാര്യം അങ്ങോട്ട് തന്നെ ചോദിക്കാൻ വരുവാണ്. കാരണം ഈ സ്ലംഡോഗ് മില്ലിയനറിന് മികച്ച സൗണ്ട് ഡിസൈനിങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ എന്നെപ്പോലെ ഞാനടക്കം ബഹുഭൂരിപക്ഷത്തിനും ഇങ്ങനെ സൗണ്ട് ഡിസൈനിങ്ങിന് പിന്നിൽ ഇത്രയും പ്രാധാന്യമുണ്ടെന്നും സിംഗ് സൗണ്ടിന് ഒരു മാറ്റം വന്നതും ഒക്കെയും അതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു എവല്യൂഷനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ സിനിമ പഠിക്കുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 91-95 കാലഘട്ടത്തിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 3-ാമത്തെ വർഷം തീരുമാനിക്കുന്നത് ഒന്നുകിൽ ഞാൻ ഐ ബോർൺ ഇൻ എ റോങ് ടൈം, അല്ലെങ്കിൽ ഐ ബോർൺ ഇൻ എ റോങ് പ്ലേസ്. അത് ഞാൻ കരുതി ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഞാൻ ഐ ഷുഡ് ഹാവ് ബീൻ ഇൻ മൈ യൂത്ത്ഫുൾ ടൈം ഇൻ ദ 70s, അല്ലെങ്കിൽ ഐ ഷുഡ് ബി ഇൻ വർക്കിംഗ് ഇൻ ഹോളിവുഡ്. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചതിനെ പറ്റിയിട്ട്. കാര്യം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഓരോ സിനിമകൾ കാണുമ്പോഴും അതിലിപ്പോൾ ഒരു ബി ഗ്രേഡ് യൂറോപ്യൻ സിനിമ കണ്ടാൽ പോലും, അല്ലെങ്കിൽ ഒരു ബി ഗ്രേഡ് അമേരിക്കൻ സിനിമ കണ്ടാൽ പോലും നമുക്ക് തോന്നുന്നത് അത് വളരെയധികം ജീവിതത്തിനോട് ക്ലോസറായിട്ട് നിൽക്കുന്ന സിനിമയായിട്ട് തോന്നി. ഒരു സ്റ്റുഡൻ്റ് നില അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് സൗണ്ട് ചെയ്ത രീതിയാണ് അതിന് കാരണം. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമ അങ്ങനെ തോന്നുന്നില്ല എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ലൈവ് സൗണ്ട് ചെയ്യുന്നില്ല എന്ന ഒരു സംഭവം ഞാൻ കണ്ടെത്തിയത് മെയിൻ സ്ട്രീം സിനിമയിൽ. എന്നാൽ പിന്നെ എനിക്ക് അതാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നതും. അതിനുവേണ്ട ശ്രമങ്ങളായിരുന്നു 95 മുതൽ. ഭയങ്കര ഡിസാർട്ടനിങ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു ഇൻഡസ്ട്രി അന്ന് എനിക്കുണ്ടായത്. അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ സിനിമാക്കാരനാകുന്നില്ല, തിരിച്ചു തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്ന് എൻ്റെ ലോ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ലോയറായിട്ടോ അല്ലെങ്കിൽ മേ ബി ഐ വിൽ ബിക്കം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരു ഇതിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഞാനങ്ങനെ അവസാനത്തെ എൻ്റെ ഫെസ്റ്റിവൽ ഞാൻ ഇഫി അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എന്നെ ആരോ മെട്രോ സിനിമയിൽ നിന്ന് പുറത്ത് വിളിക്കുന്നതും, എനിക്കൊരു ഷൂട്ടിന് പോകാമോ, സിംഗ് സൗണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടൊരു ഷൂട്ടിങ്ങിന്
ഫിലിം ഫെസ്റ്റിവലിൻ്റെ പിന്നെ സിനിമാ തിയേറ്ററിൽ നിന്ന് വിളിച്ചിറക്കിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. അന്ന് 97 ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ 2% സിനിമകൾ പോലും ലൈവ് സൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ ഒന്നുകിലൊരു ശാമ്പനകൾ പലപ്പോഴും ചെയ്തൊരു സിനിമ, അങ്ങനെ വളരെ കുറച്ച് പ്രോജക്റ്റ് മാത്രം. അന്ന് അതിനുള്ള ബ്ലിംബ് ക്യാമറ പോലും ഇവിടെ ഇല്ല. ഇന്ത്യയിൽ ആകെ 2 ബ്ലിംബ് ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മർച്ചൻ്റ് എവറി പ്രൊഡക്ഷൻസിൻ്റെ ഒരു ക്യാമറയും ഒരു NFDCയുടെ ഒരു ക്യാമറയും. അപ്പോൾ അതിനുപോലുള്ള ഫെസിലിറ്റി പോലും അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യൻ സിനിമ ഏകദേശം ഒരു 50-55% ഇന്ത്യൻ സിനിമകൾ സിംഗ് സൗണ്ട് ചെയ്യുന്നു. ഇപ്പോൾ മലയാളത്തിൽ തന്നെ മാറ്റം വന്ന് നോക്കും. 2009 ശേഷം ഓൾമോസ്റ്റ് ഓൾ മെയിൻ സ്ട്രീം മലയാളം സിനിമ ഈസ് ഡൂയിങ് സിംഗ് സൗണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അത്രയും എനിക്ക് തോന്നുന്നു ഈ നേരത്തിന്റെ ഒക്കെ സമയം തൊട്ടാണ് ഒരു വലിയൊരു മാറ്റം തുടങ്ങുന്നത്. പക്ഷെ അത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ പ്രേമം ആ സിനിമയിലാണ് തോന്നുന്നു സിംഗ് സൗണ്ടിന് വലിയ പ്രാധാന്യമൊക്കെ വന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പ്രണവ് മോഹൻലാലിന്റെ ഡൈസ് ഇറക്കി പോലും ഈ സിനിമ കണ്ടിറങ്ങിയ ഭൂരിഭാഗം പേരും അതിന്റെ ശബ്ദമിശ്രണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർ പോലും ഇപ്പോൾ ഈ സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ അത്രയും ആഴത്തിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങേക്ക് വേറൊരു ഫീൽ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാര്യം അത് ആ ഒരു സാങ്കേതിക വശം ജനങ്ങളിലേക്ക് എത്തി, ജനങ്ങൾ മനസ്സിലാക്കുന്നു, ശബ്ദത്തെപ്പറ്റി സംസാരിക്കുന്നു. ഇപ്പം അടുത്തിടയ്ക്ക് തന്നെ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായി, ശബ്ദം ശരിയായില്ല, സിനിമയുടെ ശബ്ദം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റി ഒരുപാട് ക്രിട്ടിക്കൽ ഇത് പറയുകയുണ്ടായി. അപ്പം ജനങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുന്നത് തന്നെ ആ ഒരു സാങ്കേതിക വശം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. അതും ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ ആയിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ പ്രഥമ ഉദാഹരണമാണ്. അത് വലിയ മാറ്റമാണ്. അത് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അതൊരു 10-15 വർഷം. അപ്പോൾ എനിക്ക് ഓസ്കർ കിട്ടിയിട്ട് 15 വർഷമായി. 15 വർഷത്തിലുള്ള വന്ന് കഴിഞ്ഞ 10 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വളരെയധികം വെൽക്കമിങ് ആയ ഒരുപാട് മാറ്റങ്ങളാണ്. അങ്ങനെ തന്നെ തുടരുന്നത്. ഇപ്പം അങ്ങയുടെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം ഒരു സമയപരിമിതി, ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞിരുന്നു സമയപരിമിതി ഉണ്ട്, പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ചോദിക്കണം. ഇപ്പോൾ ചലച്ചിത്രമേള അടക്കം വലിയ ഇവൻറ്റുകളൊക്കെ വരികയാണ്. അപ്പോൾ അക്കാദമിയിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ അക്കാദമിയിൽ ഇതുവരെ ഒരു പുതിയ ചെയർമാൻ എന്ത് തരത്തിലുള്ള വർക്കുകളാണ് ചെയ്തതിനെ പറ്റി എനിക്കിതുവരെ ഞാൻ വിശദമായിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഒരു അക്കാദമി ചെയർമാൻ ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിനെ പറ്റി നോക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതൊക്കെ ഇതിന് മുമ്പിരുന്ന ആളുകൾ, അതിപ്പം അടൂർജി ആയാലും ഷാജി എൻകറിൻ ആയാലും TK രാജീവ് കുമാർ ആയാലും, ഇവരൊക്കെ അത് ഒന്നുമല്ലാതിരുന്ന വളരെ ചെറിയ ലെവൽ തുടങ്ങിയ ഒരു ഫെസ്റ്റിവലിനെ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന 10-1 ഫെസ്റ്റിവലാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് എക്സംപ്ലറി ജോബ് ദേ ഹാവ് ഡൺ ദ പ്രീവിയസ് പീപ്പിൾ. അവിടെ എനിക്കധികം ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഒരു ബെറ്റർ ക്യൂറേറ്റിംഗ് ദ ഫെസ്റ്റിവൽ, അതിനും അതിനുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാഡമി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പുതിയ പ്രത്യേകിച്ചും ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ടൈമാണിപ്പോൾ. അവിടെ ഒരു യങ് ജനറേഷനെ നമുക്ക് എങ്ങനെ അതിൽ കൂടുതൽ അക്കാഡമിക്സ് നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവരാം, അതുവഴി ഒരു പുതിയ തലമുറയ്ക്ക് നമുക്ക് എങ്ങനെ ഒരു മാർഗ്ഗദർശനം കൊടുക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം ലോക സിനിമ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് AI ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. അത് ക്രിയേറ്റീവ് വർക്കിനെ ഭയങ്കര ഹ്യൂജ്ലി ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മുടെ സ്വതന്ത്രമായ ഒരു വോയിസ്, ഒരു ശബ്ദം നമുക്ക് നിലനിർത്താം, നമ്മുടെ കൾച്ചർ, നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മുടെ ആളുകൾ, നമ്മുടെ ജീവിതം, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഇതുപോലെ നമ്മുടെ ഒരു കൊച്ചു മലയാള സിനിമ, ആ ഒരു കൊച്ചു മലയാള സിനിമയാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ, ലോക സിനിമയിൽ അധികം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ. ഇറാനിയൻ സിനിമകൾ പോലെ കഴിഞ്ഞ 25-30 വർഷമായിട്ട് എങ്ങനെയാണോ ഇറാനിയൻ സിനിമ ലോക സിനിമയെ ഭരിക്കുന്നത്, അതുപോലെ ഒരുപക്ഷെ ഇൻ ദ നെക്സ്റ്റ് 10 years മലയാളം സിനിമ ലോക സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാം. അപ്പോൾ അവിടെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ജനറേറ്റീവ് AI എന്ന സെക്ടറിലാണ്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള അക്കാഡമിക്സ് പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സിനിമയെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള അക്കാഡമിക്സിലേക്കുള്ള പുതിയ വഴിത്തിരിവും ചിന്തയുമായിരിക്കും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതായിരിക്കാം ഒരുപക്ഷെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പം അങ്ങയുടെ അടുത്ത നാഷണൽ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ടോ? എന്താണ്? കാരണം ഇപ്പം ഒരുപാട് നാഷണൽ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേനും വലിയ മാറ്റങ്ങൾ വരാറുണ്ടോ? ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ വർക്കൊക്കെ ചെയ്യുമ്പം ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റവുമായിട്ടോ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടോ അവിടെയൊക്കെ?
തീർച്ചയായിട്ടും. കാര്യം ഭാഷ മാറുന്തോറും ജോഗ്രഫി മാറുന്തോറും വർക്കിംഗ് അറ്റ്മോസ്ഫിയർ മാറും. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഹൈലി പ്രൊഫഷണൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ. ഇന്ത്യ അങ്ങനെ അല്ലെന്നല്ല, ബോംബെ ഈസ് വെരി പ്രൊഫഷണൽ. പിന്നെ നമ്മളുടെ സമയം ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പുറത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ഡൈനാമിക്സും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളാരും അങ്ങനെ ഒരു പ്രത്യേക സമയനിഷ്ഠ നോക്കി വർക്ക് ചെയ്യുന്ന ആളുകളല്ല. ഒരു ക്രിയേറ്റീവ് വർക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവൻ പാഷനേറ്റായിട്ട് നമ്മൾ സ്വയം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് നമുക്ക് ഇന്ത്യൻ സിനിമയിൽ കാണുന്നത്. അതാണ് എനിക്കിഷ്ടപ്പെട്ടുള്ള കാര്യം. അതാണ് അത് എനിക്ക് സമയപരിധിയിലോ സമയബന്ധിതമോ അല്ലാതെ എനിക്കൊരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റുന്നു സിനിമയിൽ എന്നുള്ളതും. പിന്നെ എൻ്റെ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യാനൊക്കെ ഇത്ര റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സമയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന റെമ്യൂണറേഷൻ അല്ല. അതാ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫൊക്കെ അത് അഫക്റ്റ് ചെയ്യും. എങ്കിലും ഒരു ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം അതിനകത്തുണ്ട്. പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ തോന്നുന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നിങ്ങളെ ഹയർ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് വാല്യൂ ഒരു കണ്ടിട്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. അവർ നിങ്ങളെ അതിൽ ഫ്ലറിഷ് ചെയ്യാൻ അനുവദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ വഴി ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ കൂട്ടാൻ കഴിയുന്നുണ്ടോ, കൂടുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് കൂടുതൽ നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫോർ മീ ബോത്ത് ആർ ഗുഡ്. I feel very blessed that I'm able to work in both these various industries. ശ്രീ റസൂൽ പൂക്കുട്ടി, ഇപ്പം ഈ ഇന്ത്യൻ സിനിമയിലെ സൗണ്ട് ഡിസൈൻ അത് എത്രത്തോളം വളർന്നു എന്നാണ്. ഇപ്പം 10-15 വർഷങ്ങൾക്ക് മുൻപുള്ളതല്ല, ഇപ്പോൾ ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട്. ആളുകൾ സൗണ്ട് ഡിസൈനിങ്ങിന് അത്രത്തോളം, സിനിമാ മേഖല അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വളർന്നു അങ്ങയുടെ ഒരു വ്യൂയിൽ? Can I speak? Yeah. ഇന്ത്യൻ സിനിമയിൽ സൗണ്ട് ഡിസൈൻ എത്രത്തോളം പ്രാധാന്യം, അത് മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമയിൽ ഒരു മെയിൻ സ്ട്രീം ഹോളിവുഡ് സിനിമയിൽ എത്ര പ്രാധാന്യം കൊടുക്കുന്നു അത്രയും പ്രാധാന്യം ഇന്ത്യൻ സിനിമയിലില്ല. കാരണം നമ്മളിപ്പോഴും നോക്കുന്നത് ഒരു സിനിമയുടെ മ്യൂസിക് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ മ്യൂസിക് ഹിറ്റാകുകയാണെങ്കിൽ സിനിമ ഹിറ്റാവും, അല്ലെങ്കിൽ അതിന് കൂടുതൽ വാല്യൂ കിട്ടും. ഇങ്ങനെ ഒരു ഒരു ലൈൻ ഓഫ് തോട്ട് പിടിച്ചിട്ടാണ് പോകുന്നത്. അത് കുറച്ച് നമുക്ക് ഒരു സൗണ്ട് ഡിസൈനിങ്ങിനെ എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് സൗണ്ട് എന്നുള്ളത് ഒരു പിക്ചർ എങ്ങനെയാണോ ഒരു ഇമേജ് ട്രാക്കായിട്ട് മാറുന്നത്, അതുപോലെ സൗണ്ട് ഒരു ഇമേജ് ട്രാക്കായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു എക്സ്പ്ലോറേഷൻ ഇന്ത്യൻ സിനിമയിൽ നടക്കുന്നില്ല. വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെപ്പറേറ്റ് ആയിട്ടൊരു മ്യൂസിക് ഇൻഡസ്ട്രി ഇല്ല. ഇപ്പോൾ ഇന്ത്യയിലെ പൊതുവായുള്ള പബ്ലിക്കിന്, ജനങ്ങൾക്ക് മ്യൂസിക് കൺസെപ്ഷൻ വരുന്നത്, അത് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ ആ ഒരു ബേർഡൻ ഇന്ത്യൻ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഡാൻസ് ഡ്രാമ ട്രഡീഷനിൽ നിന്ന് വരുന്നൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് നമുക്ക് മെയിൻ സ്ട്രീം സിനിമയിലുള്ളത്. അപ്പോൾ ആ ഒരു ബേർഡൻ എപ്പോഴും ഉള്ളത് കൊണ്ട് സൗണ്ടിന് അധികം പ്രാധാന്യം വരുന്നില്ല. ടെക്നോളജി ഇറ്റ്സ് സെയിം ടെക്നോളജി അവൈലബിൾ. Proficiency in technology, same thing. There are people who are equally proficient, but freedom to use sound, not music, as a part of storytelling, we still have to go a lot forward. ഓക്കെ, ഇപ്പം അങ്ങയുടെ കൂടുതൽ സമയം അങ്ങ് സ്പെൻഡ് ചെയ്യുന്നത് മുംബൈയിലാണ്. ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തേക്കും കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കണം. അപ്പോൾ അതൊരു പ്രശ്നമാവോ, ഈ ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ? I was always been traveling. ഞാൻ all over the world I was always traveling. അപ്പോൾ ട്രാവലിംഗ് ഒരു പ്രശ്നമല്ല. പിന്നെ ഇന്ന് പോസ്റ്റ് കോവിഡ് സിനാരിയോ യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി ഫിസിക്കലി ബി ദെയർ എവരി ടൈം ആൻഡ് എവരിവെയർ. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ട്രിവാൻഡ്രം ഈസ് മൈ ഹോം. കുമാരപുരത്താണ് എൻ്റെ വീട്. അപ്പോൾ വി ഓൾവേസ് കം ആൻഡ് ഗോ. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇറ്റ്സ് ഓൾവേസ് കമ്മിങ് ഹോം ട്രിവാൻഡ്രം. ഓക്കെ. അപ്പോൾ ശ്രീ റസൂൽ പൂക്കുട്ടി, ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ ദൗത്യമാണ്. ചലച്ചിത്ര അക്കാദമിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.